ഞാനൊക്കെ ചോദിച്ചു എങ്ങനെയാണ്. ഞാൻ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുമോ അല്ലേ, വെറുതെ ഇങ്ങോട്ട് വാ, ഫ്രീ ആണെങ്കിൽ നമുക്ക് എല്ലാവരെയും കണ്ടു ഒരാളെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചതാണ്. അപ്പം ഞാൻ ഇപ്പം ചേച്ചി പറഞ്ഞത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആർക്കും അഭിനയിക്കാം ഇല്ലേ, ആർക്കും അതിന് ഒരു പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. പഠിക്കാൻ നിങ്ങൾ എവിടെയൊക്കെ പോയാലും അഭിനയം പഠിപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഒരാളെ അഭിനയം പഠിക്കും, ഞാൻ ചേച്ചി അഭിനയം പഠിപ്പിച്ചൊന്നുമില്ല, സിനിമയിൽ ഇല്ല, ഒന്നും ചെയ്യില്ല. അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ. നമുക്ക് ഗംഭീരമായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോ ദിവസം ഓരോ സെക്കൻഡിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. നമ്മളാണ് ഏറ്റവും ഗംഭീരമാണ്. നമ്മുടെ ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു 10 മിനിറ്റിൽ നമ്മൾ സിനിമയിൽ സ്ക്രീനിൽ അഭിനയിച്ച ഓസ്കാർ കിട്ടും അല്ലേ. അല്ലേ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നല്ലേ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യണം, എന്ത് ആവശ്യത്തിന് ഏത് സമയത്ത് എങ്ങനെ എടുത്ത് നമ്മുടെ നവരസങ്ങൾ പ്രയോഗിക്കണം അല്ലേ. അമ്പളിച്ചേട്ടൻ മറ്റേ ആ സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ രസങ്ങൾ എവിടെ ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഓക്കെ. നമ്മൾ ABCD മൊത്തം പഠിച്ചു വെക്കുകയും ഇത് എവിടെയൊക്കെ എടുത്ത് പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വാക്കുകളും വാചകങ്ങളും അതിൻ്റെ സ്വഭാവം. അതുമാതിരിയേ ഉള്ളൂ അഭിനയം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് പഠിക്കണം, അത് നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മളിപ്പോൾ എല്ലാവരും പറയുമ്പോൾ എന്നോട് തന്നെ പറയും, നിങ്ങൾക്ക് എന്താ സിനിമയിൽ ചാൻസ് എന്താ കുഴപ്പം എന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായിട്ടൊക്കെ ആൾക്കാർ മെസ്സേജ് ചെയ്യും, ചീത്തൊക്കെ പറയും. മെസ്സേജ് തിരിച്ചയച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും അയക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം. പക്ഷേ എങ്കിലും ഞാൻ പ്രത്യേകം പറ്റുന്നവർക്കൊക്കെ മെസ്സേജ് മറുപടി അയക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 മെസ്സേജ് മറുപടി അയച്ച് മൂന്നാമത്തിന് അയച്ചില്ലെങ്കിൽ അത് ചൂടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ബിഹേവ് ചെയ്യും. പിന്നെ നല്ലതായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്, പല വിധത്തിലാണ് ആൾക്കാർ പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ പറയും ചാൻസ് ചോദിക്കുന്നു, ഞാൻ ഇത്ര വർഷമായിട്ട് 10 വർഷമായിട്ട് നമുക്ക് ചാൻസ് ചോദിക്കുന്നു, ചാൻസ് കിട്ടില്ല. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരാളോട് ചാൻസ് ചോദിക്കും, ഒരു അവസരം ചോദിക്കും. ഞാൻ പണ്ട് പത്രത്തിൽ ജോലി ചെയ്യും. എൻ്റെ ജോലി എന്താ വെച്ചാൽ ഞാൻ സൺഡേ സപ്ലിമെൻറ്റിൽ എഡിറ്ററായിട്ട് ജോലി ചെയ്യും. അപ്പോൾ അന്ന് ഈ ഫേസ്ബുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സജീവമായിട്ടില്ല, അങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ഫേസ്ബുക്ക് കവികൾ ഉടലെടുക്കുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്നൊരു കവിത അടിച്ചു വരണമെങ്കിൽ ഇതിനകത്തേക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ആഴ്ചയോടും ഈ സൺഡേ സപ്ലിമെൻറ്റിൽ കവിത അടിച്ചു വരാൻ വേണ്ടി ആൾക്കാരെ കാത്തിരിക്കും. അപ്പോൾ ഒരു 100 കവിതയെങ്കിലും ഒരാഴ്ചയിൽ നമ്മൾ കിട്ടുന്നുണ്ട്. 100 മിനിമം. ഈ 100 കവിത വായിക്കുക എന്നുള്ളത് എന്താ ഒരു പണിയാണ്. 2 ഈ 100 കവിത വേറെ ആരെങ്കിലും എഴുതിയ കവിതയാണ് നമ്മൾ എങ്ങനെ അറിയും? അത് വലിയ പ്രശ്നമാണ്. പണ്ട് ബാലേന്ദ്രൻ പുള്ളിക്കാടിൻ്റെ ഒരു കവിത ഒരു ചങ്ങാതി അയച്ചു, അവരുടെ പേരൊക്കെ എഴുതി